നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തട്ടിപ്പു കേസിൽ പ്രതി സിന്ധുവിനെതിരെ കൂടുതൽ ആരോപണങ്ങളും പരാതികളും ദൃശ്യ തെളിവുകളും അടക്കമുള്ളവ പുറത്ത്. ഇതോടെ പോലീസ് സംഘം വീട്ടിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെ വ്യാജ വിസിറ്റിംഗ് കാർഡുകളും ബിൽ ബുക്കും പോലീസ് കണ്ടെത്തി. പ്രതി പിടിയിലായതറിഞ്ഞ് 10ഓളം പുതിയ പരാതികളാണ് പോലീസിന് ലഭിച്ചത്. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് വിവരങ്ങൾ, കോൾ ഡീറ്റെയിൽസ് എന്നിവ പരിശോധിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം പോലീസ്. പ്രതിക്കെതിരെ കോവളം പോലീസ് സ്റ്റേഷനിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയതിന് 2 കേസും മലയങ്കീഴ് സ്റ്റേഷനിൽ വഞ്ചനാ കുറ്റത്തിനും കേസ് ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. അതിനിടെ സിന്ധുവിനെതിരെ 6 കുടുംബങ്ങൾ കൂടി പരാതി നൽകി. സിന്ധു നേരത്തെ 3 കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. സിന്ധുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. അതേസമയം സ്വർണം പണയം വെച്ചവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ വായ്പ വാഗ്ദാനം ചെയ്യുന്ന സിന്ധുവിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. തിരുവനന്തപുരം നഗരത്തിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഈടുവെച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് സിന്ധു പറയുന്നത് ശബ്ദരേഖയിൽ വ്യക്തമാണ്. വസ്തു പണയം വെച്ചാൽ കൂടുതൽ പണം നൽകാമെന്നും വിശ്വസിപ്പിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെ ഉടമകളുടെ പേര് ഒഴിവാക്കിയാണ് ഇടപാട് നടത്തിയത്. പല ധനകാര്യ സ്ഥാപനങ്ങളുമായും സിന്ധുവിന് ബന്ധമുണ്ട്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്ന സാധാരണക്കാരെ കണ്ടെത്തി വലയിലാക്കുകയാണ് ചെയ്തത്. പരാതിക്കാർക്ക് പലർക്കും സ്വർണം പണയം വെച്ചതിന്റെ രേഖകൾ കണ്ടെത്താൻ കഴിയാത്തത് തിരിച്ചടിയാകുന്നുണ്ട്. കടബാധ്യത കൂടിയതോടുകൂടി യുവതികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരിച്ച അഞ്ജു 20 പവനും ഐശ്വര്യ 50 പവനും പ്രതിക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്വർണം കോവളം ഒത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരികളായ വെണ്ണിയൂർ നെല്ലിവിള ജയഭവനിൽ വിഷ്ണുവിന്റെ ഭാര്യ അഞ്ജു, വെങ്ങാനൂർ ചാവടിനട രാജ രാജീവ് സദനത്തിൽ രാജീവിന്റെ ഭാര്യ ഐശ്വര്യ എന്ന 32 വയസ്സുകാരി എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ 30-ന് ഇരുവരും തിയേറ്റർ ജംഗ്ഷനിലെ കടയിൽ നിന്നും ശീതളപാനീയം വാങ്ങി കോവളം ആവടത്തുറ ബീച്ചിലെത്തിയാണ് വിഷം കലർത്തി കഴിച്ചതെന്ന് പോലീസ് പറയുന്നു. കേസിൽ അറസ്റ്റിലായ വേങ്ങാനൂർ പനങ്ങോട് ശ്യാമളാലയത്തിൽ സിന്ധുകുമാരിയുടെ ചതിയിൽപ്പെട്ടാണ് മറ്റ് മാർഗങ്ങളില്ലാതെ ജീവനൊടുക്കിയതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ജീവനൊടുക്കുന്നതിന് ഒരാഴ്ച മുമ്പും യുവതി സിന്ധുവിനെ കണ്ട് സ്വർണം തിരികെ ചോദിച്ചിരുന്നു. എന്നാൽ സ്വർണം തന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്നും തിരികെ തരില്ലെന്നും അവർ പറഞ്ഞു. മരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്നും പറഞ്ഞപ്പോൾ പോയി ചാകാൻ സിന്ധു പറഞ്ഞുവെന്നും യുവതികളുടെ ബന്ധുക്കൾ പറയുന്നു. ഇതോടെ നിരാശരായ യുവതികൾ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഐശ്വര്യയുടെ ബന്ധുവിന്റെ വീട്ടിലെത്തി 300 രൂപ കടം വാങ്ങിയാണ് വിഷം വാങ്ങിച്ചത്. ആദ്യം മരിച്ച അഞ്ജു തനിക്ക് വയറുവേദനയാണെന്നും ഭക്ഷ്യവിഷബാധയാണോ എന്ന് സംശയമുണ്ടെന്നുമാണ് വീട്ടുകാരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചികിത്സ ലഭിക്കാൻ വൈകി. നില ഗുരുതരമായി ഞായറാഴ്ച മരിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ തുടർന്ന ഐശ്വര്യയും വിഷം കഴിച്ച വിവരം വൈകിയാണ് ബന്ധുക്കളോട് പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെയാണ് ഐശ്വര്യ മരിച്ചത്. പ്രതിയായ സിന്ധുവിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടതോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാനമായ നിരവധി പരാതികളാണ് വിഴിഞ്ഞം പോലീസിന് ലഭിച്ചത്.